ലൈംഗിക പീഡന ആരോപണം ഉയർന്നതിന് പിന്നാലെ നിവിൻ പോളി ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെയുള്ള ആരോപണം വ്യാജമാണെന്നും ശരിയായ അന്വേഷണം നടത്തണമെന്നുമാണ് നിവിന്റെ ആവശ്യം. തനിക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണ്, ആ തീയതികൾ പോലും യഥാർത്ഥമല്ല, അങ്ങനെ താൻ വിദേശത്ത് പോയിട്ടില്ല ആ സമയത്ത്, ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഇതാണോ ഇപ്പോൾ നിവിൻ പോളി പറയാൻ ശ്രമിക്കുന്നത്? എന്റെ പൊന്നു ഒന്നും പറയുന്നില്ല. റിപ്പോർട്ടർ ചാനലിലത്തെ അവതാരകനെയാണ് നമ്മുടെ ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഭർത്താവ് ബോഡി ഷേമിംഗ് നടത്തിയത്, മൊട്ട എന്ന് വിളിച്ചുകൊണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് പൊങ്കാല കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ആ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഏതൊരാളാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടതിൽ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ആ ഒരു വിഷയത്തിൽ ഇര പറയുന്ന ആ നിവിൻ പോളിയുടെ പേര് 5-മതോ 6-മതോ നിൽക്കുന്നു. എന്തുകൊണ്ട് ബാക്കിയുള്ള പ്രതികളെ കുറിച്ച് സംസാരിക്കുന്നില്ല? കൃത്യമായ രീതിയിൽ അന്വേഷണം പോവേണ്ടേ എന്നായിരുന്നു ആ വീഡിയോ, അല്ലെ? പിന്നെ ഇയാള് ഇങ്ങനെ കറക്റ്റ് ഡേറ്റ് ഇങ്ങനെ എടുത്ത് പറയുന്ന സാധനവും ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി പറയുമ്പോ സ്വാഭാവികമായിട്ടും നിവിൻ പോളി പറയുന്ന അതേ സ്റ്റൈൽ ഇയാൾക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അയാൾ പറയുന്ന ആവശ്യം എന്താണ്? ഈ ഒരു കേസ് കൃത്യമായി അന്വേഷണത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. അരുൺ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു 14, 15, 16 എന്ന ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യിച്ചു എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചിരുന്നത്. ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടി അരുൺകുമാറിന് വീഡിയോ ആ ബൈറ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ വേറൊരു ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ടാണ് ആളുകൾ നിവിൻ പോളി ഇന്ന ദിവസം ഇവിടെ ആയിരുന്നു എന്നുള്ള ആ ഒരു തിരച്ചില്, ആളുകൾ അത് തെരഞ്ഞു നടക്കുകയായിരുന്നു. അതെന്തിനാന്ന് എല്ലാവർക്കും അറിയാം. നിവിൻ പോളിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നിവിൻ പോളി തെറ്റുകാരനല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തണം. അത് എന്തുകൊണ്ടാ വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ്. അതുകൂടാതെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾക്കെതിരെ വരുന്ന ഒരു വലിയ അലിഗേഷൻ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള ഒരു ആളുകളുടെ ഒരു വ്യഗ്രത ഉണ്ടാവുമല്ലോ. ആ ഒരു സാധനം കൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആളുകൾ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയിലോട്ട് ഇങ്ങനെ തിരയുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ആ ഒരു ഡേറ്റിനെ കുറിച്ചിട്ട് ഒന്ന് കേൾക്കാം. 14 മുമ്പ് എവിടെ ഉണ്ടായിരുന്നു, 16 ശേഷം എവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 15 ശേഷം എവിടെയായിരുന്നു എന്നുള്ള കേസ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോടെ പോലെ തോന്നുന്നുണ്ടാ? അതൊന്നും കൂടി ഒന്ന് കേട്ടോക്കെ. 14 മുമ്പ് എവിടെ ഉണ്ടായിരുന്നു, 16 ശേഷം എവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 15 ശേഷം എവിടെയായിരുന്നു എന്നുള്ള കേസ് അവിടെ നിൽക്കട്ടെ. ശരിക്ക് അല്ലേ? ഓക്കെ, അപ്പൊ 14 മുന്നേ എവിടെയായിരുന്നു, 15 പിന്നെ എവിടെ, 16 പിന്നെ എവിടെയായിരുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നിവിൻ പോളി കൊടുത്ത കേസിന്റെ ആ ഒരു പുതിയ കേസ്, ഇന്ന് കൊടുത്ത കേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും അദ്ദേഹം ഇമെയിൽ സന്ദേശം വഴി പരാതി നൽകുകയും ചെയ്തു. ഈ അന്വേഷണ ചുമതലയുള്ള H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ADGP ആണ്. അദ്ദേഹത്തിനും ഇമെയിൽ സന്ദേശം വഴി പരാതി നൽകിയെങ്കിലും അത് എഴുതി നൽകുവാൻ വേണ്ടി ADGP ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി നിവിൻ പോളി തന്നെ നേരിട്ട് ഒരു പരാതി എഴുതി നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പരാതിയിൽ പറയുന്നത് തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം കൃത്യമായി അന്വേഷിക്കണമെന്നാണ് ആ പരാതിയിൽ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം സിനിമാ മേഖലയിലുള്ളവർ തനിക്കെതിരെ ഇത്തരം ഒരു ഇടപെടൽ നടത്തിയോ എന്നുള്ളൊരു സംശയം തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ നടത്തണമെന്നുള്ള ഒരു ആവശ്യവും നിവിൻ പോളി ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയാനുണ്ടോ? നിവിൻ പോളിയുടെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇരയുടെ ഭർത്താവ്. ഇരയും പറയുന്നു നിവിൻ പോളി ഈ ഒരു കേസിൽ ഇൻവോൾവ് ആണെന്ന്. അങ്ങനെ ഇൻവോൾവ് ആയ ഒരാള് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് പോയി അവിടെ ഇവിടെയും കയറി മുഖ്യമന്ത്രിക്ക് കത്തയച്ച് മെയിൽ അയച്ച് കേസ് തെളിയിക്കൂ എന്ന് പറഞ്ഞ് നടക്കുവോ? എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും നടക്കില്ല. മിണ്ടാണ്ട് ചില ആളുകൾ ചെയ്യുന്നത് പോലെ എവിടെയെങ്കിലൊക്കെ പോയി വിദേശത്തോ എവിടെയെങ്കിലൊക്കെ പോയി ഒളിച്ചിരിക്കും. ഇവിടെ നിവിൻ പോളിയുടെ കാര്യത്തിൽ ഇപ്പൊ വീണ്ടും പക്കയായിട്ട് ആളുകൾ എന്താ പറയുന്നത്, നിവിൻ പോളി തെറ്റുകാരനല്ല എന്ന്, ഇനി ഇതിന്റെ മുകളിലേക്ക് ഒന്നും പറയാനില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം, അതായത് ഇരയുടെ ഭർത്താവ് ഒരു ലൈവ് ഇട്ടപ്പോ ആ ലൈവിൽ പറയുന്ന ആ ഊർജം ഉണ്ടല്ലോ, ആ ഊർജം അയാൾ കൃത്യമായിട്ട് എവിഡൻസ് കയ്യിൽ ഉണ്ട് എന്ന രീതിയിലും പാസ്പോർട്ട് വെരിഫിക്കേഷനിൽ കൊടുത്ത ഡേറ്റ് ആണ് ഞങ്ങൾ കൊടുത്തത്, ആ ഡേറ്റുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി കൊടുങ്ങും എന്നുള്ള രീതിയിൽ ആ ഒരു വ്യാജേനയാണ് അയാൾ ലൈവിലൂടെ പറഞ്ഞിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നിവിൻ പോളി പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും കയറി ചെന്നിട്ട് പറയുകയാണ്, കേസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, എനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ പൊളിച്ചടക്കണം, എനിക്ക് ഈ സ്ത്രീയെ അറിയില്ല, ആ ഡേറ്റിൽ ഞാൻ അവിടെയില്ല. എപ്പടി ഇറുക്ക്? ഇനി ഈ ഒരു കാര്യം ഇങ്ങനെ തള്ളി നീക്കാതെ ക്രൈംബ്രാഞ്ച് പോലീസ് ഓഫീസർമാരോടാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന് ഇതിന് തീർപ്പുണ്ടാക്കണം. കാരണം
ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആളുകളിലേക്ക് എത്തുന്നില്ല. ഹേമ കമ്മിറ്റി മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൂടാതെ നിവിൻ പോളി എന്ന് പറയുന്ന 6ാം പ്രതിയായ ഒരു മനുഷ്യന്റെ തലയിലേക്ക് മാത്രമായിട്ട് ഈ കേസ് ചുരുങ്ങിയതുപോലെ ഇപ്പോ ഈ ഒരു വാർത്ത പുതിയതരായിട്ട് ഒരാൾ കേൾക്കുകയാണ്. മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, നിവിൻ പോളി ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു ദുബായിൽ വെച്ച് എന്നുള്ളൊരു സാധനം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക. എന്താണ് ഈ ഒരു കേസിന്റെ സത്യാവസ്ഥ എന്നും കൂടി നമ്മൾ അറിയണം. ഇര പറഞ്ഞ 5 പേരെ കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറയണം. അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിശക്തമായിട്ട് ഈ ഒരു ന്യൂസ് ആളുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്നിട്ട് പോലും അരുൺകുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ റിപ്പോർട്ടർ ചാനലിൽ ബാക്കിയുള്ള 5 പ്രതികളെ കുറിച്ചിട്ട് കമ്മായി എന്നൊരു അക്ഷരം മിണ്ടുകയോ ഒരാളുടെ ഫോട്ടോ പോലും നിവിൻ പോളിയുടെ ഫോട്ടോ കാണിച്ചതുപോലെ കാണിക്കുകയോ ചെയ്യാത്തത് എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരുടെ ഇരയുടെ ഭർത്താവ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, അതൊന്ന് കേൾക്കാം. പിന്നെ യൂട്യൂബ് ചാനലുകാർക്ക് വരെ പരാതി കൊടുത്തത് ഇതിന്റെ അകത്ത് എന്താണ് സത്യം എന്ന് അറിയണമെന്നുള്ള ആൾക്കാർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർ മിണ്ടാതെ സൈഡിൽ മാറിയിരിക്കുക. എന്താണ് ഇതിന്റെ കാര്യം എന്ന് പുറത്തേക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തുനിന്ന് പൈസ മേടിച്ച് ഇതിന് മുമ്പേ പറഞ്ഞിരുന്ന കാര്യം PR വർക്കാരെ ഉപയോഗിച്ചിട്ട് ഈ സൈസ് പരിപാടി അല്ലടാ എന്ത് മോനെ, ഒരു 5 കോടി റുപ്യ 5 കോടി രൂപയാണ് നിവിൻ പോളിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്രയെങ്കിലും വാങ്ങണ്ടേ? അല്ല ഈ 3 ലക്ഷം രൂപക്ക് വേണ്ടിട്ടേ അതന്നെ 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വാങ്ങി ആളുടെ പറ്റിച്ചു എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അല്ല നമുക്കിപ്പോ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്നും പറയുന്നില്ല, ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അറിയുന്നറിയിപ്പൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ വന്നിരിക്കുക. അപ്പോ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിക്ക് വേണ്ടി സംസാരിച്ച പോയില്ലേ ഓണാ നിവിൻ പോളിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ നിവിൻ പോളിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. സത്യം പറഞ്ഞ നിവിൻ പോളിക്ക് വേണ്ടിയാണോ സംസാരിച്ചത്? അല്ല എന്നുള്ളതാ. കാരണം ഈ ഒരു വിഷയത്തിൽ ജെനുവൻ ആയിട്ടുള്ള കേസ് ആണോ അല്ലേ എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു ആക്രാന്തമുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ നിരന്തരമായിട്ട് ഉറക്കമൊഴിച്ചിട്ടൊക്കെയാണ് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നതിന്റെ പൊന്നുമക്കളെ വാർത്തയും കണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ വാർത്ത കണ്ട് നമ്മുടേതായ വീക്ഷണമൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടൊരു വീഡിയോ ചെയ്യും. ആളുകൾക്ക് ഈ ഒരു വിഷയത്തിൽ നിവിൻ പോളി തെറ്റുകാരനാണോ അല്ലയോ എന്ന് അറിയണം. ഇങ്ങനെ ഊഷ്മളമായിട്ട് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂസിന്റെ ഇടയിൽ കൂടെയാണ് ഈ പറയുന്ന ഇരയുടെ മൊഴിയിൽ ഒരുപാട് വ്യത്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കടലിലെ തിരമാലകൾ പോലെ തന്നെ കയറ്റിറക്കം പോലെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോ എന്താണിത് അങ്ങനെ, എന്തത് ഇങ്ങനെ? ഒരു 15 വീഡിയോ ഇരുന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. അത്ര ഞാൻ ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ ഈ വിഷയത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പോസ്റ്റുകളിൽ അത് വ്യക്തമായി കാണുന്നു ഇന്ന കാര്യങ്ങൾ. അങ്ങനെ അന്വേഷിച്ചു പോയി അവരുടെ ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ പക്ക ക്രിമിനൽ ആക്ടിവിറ്റീസ്. അതുകൂടാതെ അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചത് കൊണ്ട് എനിക്ക് വീഡിയോയിലൊക്കെ ഓരോന്നൊക്കെ പറയുന്നു. ഈ സന്തോഷം, 4 ആൾ അങ്ങനെ ഈ റീൽസ് ഒന്ന് അറിയട്ടെ, അത്രേ ഉള്ളൂ. അതുകൂടാതെ അയാൾ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പഴയ ഒരുപാട് തെറി വിളിച്ച സാധനങ്ങൾ ഓൺലി മീയിൽ നിന്നും പബ്ലിക് ആക്കിയിട്ടുണ്ട്, പോയി കണ്ടോളൂന്ന്. അതിന്റെ ആവശ്യമില്ല, അതൊക്കെ എല്ലാതും കിട്ടി. തെറി പറയണവന്മാര് മക്കളെ നീയൊക്കെ കൂടി കാശ് മേടിച്ചിട്ട് അവരാധിച്ചോ, ഇതൊരുമാതിരി അവരാധിക്കണം, മനസ്സിലാവണ്ട പറയണത്. ഓക്കെ, അതാരാണ് ആ പൈസ വാങ്ങിയിട്ട് അവരാധിക്കുന്ന ആളുകൾ എന്ന് എനിക്കറിയില്ല. അത് കമന്റ് ഇടുന്ന ആളുകളോട്ടാ, യൂട്യൂബ് ചെയ്യുന്ന ആളുകളോടല്ല പറയുന്നത്, കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അപ്പോ ഒരു ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു നടനെ കുറിച്ച് ഒരു അലിഗേഷൻ വരുമ്പോ ആ അലിഗേഷൻ സത്യമാണ് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ നമ്മൾ അറിയില്ല. എന്നിരുന്നാൽ പോലും അയാളോട് ഇഷ്ടമുള്ള ആളുകൾ കൃത്യമായിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ എന്താ പറയണ ഇരയുടെ മൊഴികളിലെ മാറ്റങ്ങൾ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെയല്ലേ ആളുകൾ എടുത്ത് ചർച്ച ചെയ്തത്. ഈ മൊഴിയുടെ വൈരുദ്ധ്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടല്ലേ യൂട്യൂബർമാര് വീഡിയോ ചെയ്തിട്ടുള്ളത്. മുഖം കാണിക്കാൻ പാടില്ല, പേര് പറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ശരിയാണ്. അത് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ, അതിന് യാതൊരു തർക്കവും വേണ്ട. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മടിയിൽ കനമില്ലേ, അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നത്. അവരുടെ പേരും വിളിച്ചു പറഞ്ഞിട്ടില്ല, അവരെ നല്ല ഒരു ഇരയുടെയും പേര് വിളിച്ച് പറയുകയോ ഒരു ഇരയുടെയും ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയോ നമ്മൾ ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോ ആ അവരാധിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. എന്ത് പറയാനാണ്, അവരെ കുറ്റം പറയാൻ കഴിയില്ല. അവരിഷ്ടപ്പെടുന്ന ആള് തെറ്റ് ചെയ്തില്ല എന്ന് നമ്മൾ ന്യൂസ് ചാനലുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. അവരത് റിയാക്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യാനാ? ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നിവിൻ പോളി.
നിവിൻ പോളി പറഞ്ഞതുപോലെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം, പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും നിവിൻ പോളി പറയുന്നതിനെ നമുക്ക് അവിശ്വസിക്കാൻ കഴിയില്ല. മറുഭാഗത്തോ തെളിയട്ടെ. ഓക്കെ, അത്രേ ഉള്ളൂ. കേസ് തെളിയട്ടെ. ആരാണ് തെറ്റുകാരൻ? നിവിൻ പോളി ഇപ്പൊ തെറ്റുകാരനാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോഴും കേസ് അന്വേഷണം തീർത്തിട്ടില്ല. അതുകൂടാതെ വീണ്ടും വീണ്ടും നിവിൻ പോളിയാണ് അങ്ങോട്ട് ചെന്ന് പറയുന്നത് കേസ് അന്വേഷിച്ച് എന്നെ ഇതിൽ നിന്ന് ഊരിത്തരൂ, ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അതിങ്ങനെ ചോദിക്കാൻ അങ്ങോട്ട് പോയി മുട്ടാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ്? മടിയിൽ കനവില്ല, ടുണ്ടുടു ആ സാധനം തന്നെ. പേടിയുള്ളവര് ഭയത്തിന്റെ ഒളിച്ചെവിടെയെങ്കിലും ഒളിച്ചു പോയിരിക്കും. ഇതൊന്നല്ലല്ലോ ചെയ്തത്. പക്ഷേ ഇവിടെ ഭയമുള്ള ഒരാളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ ഒരു ആരോപണം വന്ന ആ സമയത്ത് മനോരമ ഓൺലൈനിൽ ഒരു ബൈറ്റ് ഉണ്ട്. ആ ബൈറ്റിൽ അവർ പറഞ്ഞത് ആളുകളെ കരിവാരി തേക്കാൻ വേണ്ടി ഓരോ ചെയ്യുന്നതാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് അയാളൊന്ന് പുറത്തു വരണ്ടേ? ധൈര്യമുള്ള ആളുകൾ പുറത്തു വരണ്ടേ? മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞാൽ അവിടെ ഒളിഞ്ഞിരിക്കുക. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. അത് കൂടാതെ ഇതില് വലിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ AK സുനിൽ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ല എന്നുള്ളതാ. എന്നാലോ അന്വേഷിക്കാൻ ഇവിടുത്തെ ചാനലുകാർ തയ്യാറല്ല. നിവിൻ പോളിയുടെ കാര്യത്തിൽ ഇത്ര ഊഷ്മളതയോടുകൂടി നിങ്ങൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് AK സുനിലിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല? എന്റെ എല്ലാ വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് കേട്ട് എല്ലാവർക്കും ഭ്രാന്തും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് എന്റെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം 5 പ്രതികൾ ഉണ്ടല്ലോ. ഈ 5 പ്രതികളുടെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് അറിയണ്ടേ? ഈ നിവിൻ പോളി ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ നമ്മൾ എല്ലാവരും ഓടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും നടന്നു. എന്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല? ഇത് ഫുള്ളായിട്ടൊരു ഫേക്ക് ന്യൂസ് ആവാനുള്ള ഒരു സാധ്യത കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിവിൻ പോളിയുടെ പേര് ഇതിൽ ചേർക്കപ്പെടുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് അവരെ കുറിച്ച് ബാക്കിയുള്ള ആളുകൾ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇല്ലേ? ഞാൻ നുണയല്ലല്ലോ പറഞ്ഞത്. ഉണ്ടല്ലോ, അവർ മാറി നിൽക്കുന്നുണ്ടല്ലോ. അവര് എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാ. AK സുനിൽ കഴിഞ്ഞ ദിവസം വക്കീലിനെയാണ് സ്റ്റേഷനിലേക്ക് വിട്ടിട്ടുള്ളത്. ഓക്കെ, വക്കീലിനെയാണ് വിട്ടിട്ടുള്ളത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിവിൻ പോളി വക്കീലിനായിട്ടാണോ പോണ്? ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നീടാണ് നമ്മൾ ലോയറിനൊക്കെ ഏർപ്പാടാക്കിയത്. ആ ആർജവം കാണിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. എന്തായാലും കേസ് എഴുതി തള്ളുകയല്ല വേണ്ടത്, കൃത്യമായി അന്വേഷിക്കുകയാണ് വേണ്ടത്. എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെ ദിസ് ഈസ് സന്ദീപ് അടപ്പാൾ സൈനിങ് ഓഫ്.